തെങ്കാശിയിൽ നിന്ന് കൊല്ലം വരെയുള്ള യാത്രയാണ്. അതിൽ നമ്മൾ കൊട്ടാരക്കര പുനലൂർ വരെയൊക്കെ എടുക്കത്തുള്ളൂ. അത്യാവശ്യ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് തെങ്കാശി റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് നമ്മൾ കൊല്ലം വരെയാണ് പോകുന്നത്. പക്ഷേ പുനലൂർ വരെ ഞാൻ വീഡിയോ ചെയ്യുന്നുള്ളൂ. അത് മധുരയിൽ നിന്നും ഗുരുവായൂർ വരെ പോകുന്ന 16327 മധുര ഗുരുവായൂർ എക്സ്പ്രസ്സിലാണ് ഇന്നത്തെ നമ്മളുടെ യാത്ര. ട്രെയിൻ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ നമുക്ക് ഈ ട്രെയിനകത്ത് കയറി പുനലൂർ വരെയുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് പകർത്താം. എല്ലാവരും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് കൂടി ചെയ്തേരെ. അപ്പോൾ നമ്മൾ തെങ്കാശിയിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. കുറേ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. അത് എനിക്കൊന്നിപ്പം നമ്മളെ കൊല്ലത്തുനിന്ന് ചെന്നൈ എഗ്മോർ വരെ പോകുന്ന വണ്ടി കുറച്ച് കഴിഞ്ഞ് വരും. അപ്പോൾ അതിനുള്ള ആൾക്കാർ നല്ല ആളാണ്. ഇപ്പോൾ കുറവായിട്ടാണ് നിൽക്കുന്നത്. ഇനി അതിന് സമയമുണ്ട്. നമ്മളിനി അടുത്ത സ്റ്റേഷൻ ചെങ്കോട്ടയാണ്. ചെങ്കോട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു യാത്രയാണ് കേട്ടോ. നമ്മൾ തമിഴ്നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യം കഴിഞ്ഞ് മധുരയിലൊക്കെ പോയിട്ട് വരുന്നവർക്ക് ഈ വണ്ടി ഉപയോഗിക്കാം. മധുരയിൽ നിന്ന് രാവിലെ എനിക്ക് തോന്നുന്നു 10:15 ആ സമയത്താണ് ഇതെടുക്കുന്നത്. കറക്റ്റ് കൊല്ലത്തേക്ക് നമുക്ക് ഏകദേശം ഒരു 6:30-6:45 കൊല്ലത്തെത്തുകയും ചെയ്യാം. നല്ല യാത്രയായിരിക്കും. കാര്യം വലിയ ആളൊന്നുമില്ല. ഇപ്പം ഇനി അങ്ങോട്ട് ചെല്ലുന്തോറാണ് ആളുകൾ കയറിക്കുന്നത്. തെങ്കാശി വരെ നല്ല ആളായിരുന്നു വണ്ടിയിൽ. ഇപ്പം തെങ്കാശിയിൽ വന്നപ്പം ആൾക്കാർ കുറേ അങ്ങ് ഇറങ്ങി. അപ്പോഴത്തേക്ക് നമ്മളൊക്കെ കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള സീറ്റ് കിട്ടി. ട്രെയിൻ യാത്ര നമ്മൾ എത്ര യാത്ര ചെയ്താലും ട്രെയിൻ യാത്ര നമുക്ക് മടുക്കത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ. നല്ല സ്ഥലമാണ്. തെങ്കാശിയിൽ നിന്നും ഏകദേശം ഒരു 10 മിനിറ്റോളം എടുക്കും ചെങ്കോട്ടയിൽ ചെല്ലാൻ. അതിനിടയ്ക്ക് നമുക്ക് ഈ സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ട് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാം. നിങ്ങൾ കയറുമ്പം ഇപ്പം ഞാൻ പറയാം, ബാക്കി കാര്യം പറയാം. എന്തായാലും തെങ്കാശി അല്ല, ചെങ്കോട്ട എത്തി. നമ്മൾ ചെങ്കോട്ട എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പം ഇവിടുന്ന് തെങ്കാശിയിൽ നിന്നോ ചെങ്കോട്ടയിൽ നിന്ന് കൊല്ലത്തോട്ട് പോവുകയാണെങ്കിലും കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിലും നമുക്ക് ഇരിക്കേണ്ട ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡ്, അങ്ങോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡും ഇരിക്കണം. എങ്കിലേ കാഴ്ചകൾ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും. മറ്റേ സൈഡിൽ ഇരുന്നാലും അപ്പുറത്തെ സൈഡിൽ ഇരുന്നാലും മലകളാണ്. അപ്പോൾ അത് കാണാൻ നമുക്ക് വലിയ രസം തോന്നത്തില്ല. പക്ഷേ ഇതിന് ഓപ്പോസിറ്റ് സൈഡ്, ഇപ്പം ഇത് ഇടത്ത സൈഡാണ്. ഞാനിപ്പോൾ കൊല്ലത്തോട്ട് പോവുകയില്ല. അപ്പം ഞാൻ ഇടത്ത സൈഡാണ് ഇരിക്കുന്നത്. ഇടത്ത സൈഡിൽ ഇരുന്നാൽ നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകൾ ഏകദേശം പുനലൂർ കൊട്ടാരക്കര വരെ നല്ല കാഴ്ചകളാണ്. ചെങ്കോട്ടയിൽ നിന്ന് ഇവിടുന്ന് പൊതുകിയ എക്സ്പ്രസ്സാണ്. 12:662 6:45 വിടും. നമ്മൾ തികച്ചും യാദൃച്ഛികമായിട്ടൊരു യാത്രയായിരുന്നു. അപ്പം യാത്രയുടെ നല്ല കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഈ ട്രെയിൻ കൊല്ലത്തുനിന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് വിടുന്ന 1601 കൊല്ലം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സാണ്. ഇത് നമ്മളെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് വിടുന്നത്. ഒരു 3 മണി കഴിയുമ്പം 3:10 3:20 ആകുമ്പോൾ ചെങ്കോട്ടയിൽ ഇതെത്തും. ഇത് വൈകിട്ടല്ല, നാളെ രാവിലെ 3 മണിയാകുമ്പോൾ ചെന്നൈ എഗ്മോറിൽ എത്തിച്ചേരുന്നതായിരിക്കും.
ഇത് ഒരുപാട് പഴയ വണ്ടിയാണ്. അതായത് മീറ്റർ ഗേജ് ഉള്ള സമയത്തെ ഇതുവഴി ഒരു ചെന്നൈ എഗ്മോർ വണ്ടി ഉണ്ടായിരുന്നു, ഫേമസ് ആയിട്ടുള്ള വണ്ടിയായിരുന്നു. ആ വണ്ടി തന്നെയാണ് ഈ ബ്രോഡ് ഗേജ് ആയപ്പോഴും ആ സമയം തന്നെ നിലനിർത്തി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മീറ്റർ ഗേജ് ആയിരുന്നപ്പോൾ ഈ സമയത്ത് പോയെങ്കിലും വെളുപ്പാങ്കാലത്തെ ചെല്ലത്തുള്ളായിരുന്നു. അപ്പോൾ ബ്രോഡ് ഗേജ് ആയപ്പം ആ സ്പീഡും ഒക്കെ കൂടിയല്ലോ. മധുര ഗുരുവായൂർ എക്സ്പ്രസ്സിൽ ഞാൻ കയറിയത് തെങ്കാശിയിൽ നിന്നാണ്. തെങ്കാശിയിൽ നിന്ന് കൊല്ലം വരെയാണ് ഞാൻ യാത്രയെ ഉദ്ദേശിക്കുന്നത്. എങ്കിലും പുനലൂർ വരെയൊക്കെയുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അതിനപ്പുറത്തോട് സാധാരണ റൂട്ടാണ്. ഇതാണ് ബാങ്കർ ലോക്കോ. ഈ ലോക്കോ ആണ് നമ്മളെ മല കയറാൻ സഹായിക്കുന്നത്. ഇത് നമ്മുടെ ട്രെയിനിൻ്റെ ബാക്കിൽ ഘടിപ്പിച്ചിട്ട് ഇതാണ് നമ്മളെ തള്ളി മല കയറുന്നത്. ഇപ്പം ഭഗവതിപുരം കഴിഞ്ഞാൽ നമ്മൾ മല കയറിയാണല്ലോ കേരളത്തിലെത്തുന്നത്. അതിനു വേണ്ടിയുള്ള ലോക്കോയാണ്. നമ്മൾ ചെങ്കോട്ടയിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നു. അപ്പം ഇതിന് നമ്മളെ ഈ വണ്ടിയുടെ ബാക്കിൽ ഒരു ലോക്കോ ഉണ്ട്, ഇതിന് സപ്പോർട്ട് തള്ളാനായിട്ടൊരെണ്ണമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അടുത്ത സ്റ്റേഷനായിട്ട് ഭഗവതിപുരത്തോട്ട് പോവുകയാണ്. നിങ്ങൾ ഈ കാഴ്ചകൾ കൂടിയൊക്കെ ഒന്ന് കാണണേ, നല്ല കാഴ്ചകളാണ്. ഇപ്പം വെയിലില്ല, ഉച്ച സമയമാണ്, ഒരു 3:30 മണി, ഉച്ച കഴിഞ്ഞാൽ 3:30 മണിയൊക്കെ ആണെങ്കിലും നല്ല വെയിൽ വരേണ്ടതാണ്. പക്ഷേ ഇവിടെ വെയിലെന്ന് പറയുന്ന ഇതില്ല, ഒരു മങ്ങിയ കാലാവസ്ഥയാണ്. പക്ഷേ ചൂടില്ല, നല്ലൊരു അന്തരീക്ഷമാണ്. തെങ്കാശിയിൽ നിന്നോ ചെങ്കോട്ടയിൽ നിന്നോ ഒരു ചായയൊക്കെ മേടിച്ച് കുറച്ച് ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൈ വെച്ച് കഴിച്ചുകൊണ്ടിരുന്ന് ആ ഇടത്ത് സൈഡിലത്തെ ഏതെങ്കിലും ഒരു സീറ്റിലിരിക്കുക, ചായ കുടിക്കുക, കുറച്ചുകൊണ്ട് ഈ മനോഹരമായ പ്രകൃതിയുടെ ആ എന്താ പറയുന്നത് മനോഹാരിത കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ പറയുന്ന കണക്കൊന്നുമല്ല, ഇത് ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാതിരിക്കാം, ഇതുവഴി യാത്ര ചെയ്തിട്ടുണ്ടായിരിക്കാം. എങ്കിലും ഞാനത് കണ്ട് പറയുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇത് നമുക്ക് പറയാനുള്ള സമയമൊന്നുമില്ല. കാര്യം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ സുഖമൊന്നും വേറെ. ഏതോ ആ കാണുന്ന മല കണ്ടോ, അതിനപ്പുറമാണ് കേരളം. ഈ മലയെ ഇങ്ങനെ കറങ്ങി ചുറ്റി കയറിയാണ് നമ്മുടെ ട്രെയിൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ വരുന്ന അടുത്ത സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ തമിഴ്നാട് കേരളത്തിൻ്റെ ഒരു ബോർഡർ സ്റ്റേഷനാണ്, ഭഗവതിപുരം എന്ന് പറയും. ഇത് ഒരുപാട് സിനിമകൾക്കൊക്കെ ലൊക്കേഷനായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ സ്റ്റേഷൻ, തമിഴ് പടങ്ങൾക്ക്. ഇവിടുത്തെ പ്രകൃതി ഭംഗി തന്നെ അങ്ങനെ, അതാ കണ്ട ഒരു കുഞ്ഞ് കാശ്മീർ പോലുണ്ട്, അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ് പോലുണ്ട്. ചൂടില്ല, നല്ല കാലാവസ്ഥ. അതാ കണ്ട, അത് നമ്മൾ ഈ ക്യാമറയിൽ എടുക്കുന്നതിനെക്കാട്ടി ഭംഗിയാണ് നേരിട്ട് വന്ന് കാണാൻ. പല ആൾക്കാരും ഇവിടെ വന്ന് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഇത് ഈ വയലുകളും ഈ കുന്നുകളും ഒക്കെ എന്നുവെച്ചാൽ നല്ല രസമാണ് കാണാൻ, നല്ല രസമാണ്. മീറ്റർ ഗേജ് ഉണ്ടായിരുന്നപ്പം ഈ സ്റ്റേഷൻ നിറയെ മരങ്ങളായിരുന്നു, അപ്പം കുറച്ചുകൂടി ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ അത് ബ്രോഡ് ഗേജിലോട്ടായപ്പം പിന്നെ ഇലക്ട്രിഫിക്കേഷനും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മരങ്ങൾ മുറിക്കണമല്ലോ, കുറച്ച് മുറിച്ച് കളഞ്ഞു. എന്നാലും അതിൻ്റെ ഭംഗി ഒട്ടും കുറയാതെ നല്ല രീതിയിലൊരു സ്റ്റേഷനാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്.
നല്ല നല്ല സ്റ്റേഷനാണ്. അതായത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്കിപ്പോൾ യാത്ര ചെയ്യാനായിട്ട് ഇവിടെ വന്നിരുന്നാൽ തന്നെ ഈ ഇവിടുത്തെ ഒരു അന്തരീക്ഷത്തിൻ്റെ ഇതുകൊണ്ട് സമയം പോകുന്നതെന്നും അറിയത്തില്ല. നല്ല രസമാണ്. പറഞ്ഞ കണക്ക് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, തമിഴ് പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ്. അത് നിങ്ങൾ ഈ കണ്ടാൽ മനസ്സിലാവും. ഒന്ന് കണ്ടു നോക്കും. വണ്ടിയുടെ പേരുണ്ടോ? മധുരൈ ഗുരുവായൂർ എന്നാണ് വണ്ടിയേക്കുന്നത്. എങ്ങനെയുണ്ട് സ്ഥലം? ഞാൻ പറഞ്ഞതിനും അപ്പുറമാണ്. ഇവിടെ വണ്ടി കുറേ നേരം സമയമുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങി വെളിയിലോട്ട് നിന്നിട്ട് ഇതൊക്കെ നോക്കി കണ്ട് ആസ്വദിക്കാം. ഇപ്പോൾ ഇവിടെ മധുരൈ ഗുരുവായൂരിൽ നിന്ന് മധുരയിലേക്ക് പോകുന്ന വണ്ടി ഇവിടാണ് ക്രോസിങ്. ഇത് 2ാം നമ്പർ പ്ലാറ്റ്ഫോം. നമ്മൾ നിൽക്കുന്നത് 1-ലാണ്. ഇതിപ്പോൾ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ഗുരുവായൂരിൽ നിന്ന് മധുരയിലേക്ക് പോകുന്ന ട്രെയിൻ വരുന്നത്. ഈ 2 ട്രെയിൻ ഇവിടെ വെച്ചാണ് കണ്ടുമുട്ടുന്നത്, ക്രോസിങ്. മധുര ട്രെയിൻ എന്ന് വെച്ചാൽ നമ്മൾ കൊല്ലത്ത് നിന്ന് 12:10 എടുക്കുന്നത്. ഉച്ചയ്ക്ക് 12:10, വൈകിട്ട് 7 മണിയാകുമ്പോഴത്തേക്ക് മധുര ചെല്ലും. പണികളൊക്കെ അവിടെ പിന്നെയും പണികളൊക്കെ നടക്കുന്നുണ്ട്. എത്ര പണിഞ്ഞാലും എന്തായാലും എത്രയൊക്കെ ചെയ്താലും അടിപൊളി സ്റ്റേഷൻ തന്നെ. ആ ട്രെയിനൊക്കെ കിടക്കുന്ന കാണാനൊരു രസമാണ്. ഇച്ചിരി മാറി നിന്ന് നോക്കണം ട്രെയിനിൻ്റെ കിടത്തെ. നമ്മളിപ്പം മറ്റേ വണ്ടി ഒന്ന് എടുക്കണം, അത് വരും, ഇപ്പോൾ ഉടനെ വരും. ഇതിൽ പോകാൻ കുറച്ച് ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് അവിടെ. അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. യഥാർത്ഥത്തിൽ ഈ ട്രെയിനിൻ്റെ പേര് ടെമ്പിൾ നഗർ എക്സ്പ്രസ് എന്നാക്കണം. ഞാൻ എൻ്റെ ഒരു ഇതായിട്ട് പറയുകയാണ്. എന്താണെന്നറിയോ, ഇവിടെ മധുര മീനാക്ഷി ക്ഷേത്രവും ഗുരുവായൂർ ക്ഷേത്രവും തമ്മിൽ കണക്ട് ചെയ്ത് ഓടുന്നൊരു വണ്ടിയാണ്. ഇപ്പോൾ ടെമ്പിൾ എക്സ്പ്രസ് എന്നാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ എൻ്റെ ഒരു ആശയം പറഞ്ഞതന്നെ ഉള്ളത്. നമ്മൾ ഷൂട്ട് ഇച്ചിരി അങ്ങോട്ടൊന്നും ചെയ്യുക. നമ്മൾ ഷൂട്ട് ചെയ്യുന്നതൊക്കെ ഡ്രൈവർ കാണുന്നുണ്ടേ. വരട്ടെ. കണ്ട് ഒരു ഓണം അടിച്ചിട്ടുണ്ട്. നല്ല ആളുണ്ട് വണ്ടിയിലോട്ടോ. AC ഒക്കെ ഉണ്ട് വണ്ടിയിൽ. AC ഉണ്ട്, സ്ലീപ്പറുണ്ട്. നമുക്ക് അങ്ങനെ ആണെങ്കിൽ അങ്ങനെ പോവാം. സാധാ ടിക്കറ്റ് ആണെങ്കിൽ സാധാ ടിക്കറ്റ് പോവാം. ഈ 2 വണ്ടി സെയിമാണ്. ഇതേപോലെ തന്നെ ACയും സ്ലീപ്പറും എല്ലാം ഉള്ള വണ്ടിയാണ്. നല്ല ആളാണ് ഈ വണ്ടിയിൽ കേട്ടോ. ശരിക്കും ആളുണ്ട്. കാര്യം പെട്ടെന്ന് നമുക്ക് ഇപ്പം മധുരയിൽ നിന്ന് പെട്ടെന്ന് ഗുരുവായൂരിലേക്ക് വരാനുള്ള ഒരു വണ്ടിയാണ് ഇത്. അപ്പുറത്തൂടെ തിരുവനന്തപുരം വഴി വരുന്ന ഒരു വണ്ടിയുണ്ട്. അത് ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ്സാണ്. അപ്പോൾ അത്രയും അത് അങ്ങനെ വരുന്നു. പക്ഷേ ഇത് ഏറ്റവും എളുപ്പമുള്ളൊരു വണ്ടിയാണ്. കാര്യം ഷോർട്ടായിട്ട് കയറി വരുമല്ലോ. ഇത് വിരുദനഗറിൽ നിന്ന് തിരിഞ്ഞ് നേരെ രാജപാളയം വഴിയും കയറി വരുവാണ്. തെങ്കാശി, രാജപാളയം, കടയനല്ലൂർ അങ്ങനെ വരുമോ വണ്ടി. അവരുടെ മധുര വണ്ടി പോകുന്നുണ്ട്. ഇപ്പുറത്തെ വണ്ടി പോവുകയാണേ. ഇതിൻ്റെ ബാക്കിൽ ബാങ്കറുണ്ട്, ലോക്കോ തള്ളിക്കൊണ്ട് പോകുന്നത് ഞങ്ങളെ കാണിക്കാം. കണ്ടോ ഇഞ്ചിൻ്റെ നിറം ഉണ്ടോ? നമ്മളെ ദേശീയ പതാകയുടെ നിറമാണ്. ഇത് നമ്മളെ ഉദ്ഘാടനത്തിന് പോയ വണ്ടി. ഏതാണെന്നറിയോ? നമ്മളെ പാമ്പൻപാലം ഉദ്ഘാടനം ചെയ്യില്ലേ പ്രധാനമന്ത്രി, അന്ന് ഓടിയ വണ്ടിയാണ്. അന്ന് അടിച്ച പെയിൻ്റാണെന്നാണ് തോന്നുന്നത്. ഇത് കൊള്ളാത്, അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഭഗവതിപുരം സ്റ്റേഷനിൽ നിന്നും വിട്ടിരിക്കുകയാണ്. എന്തായാലും ആ ബോർഡും ആ കുന്നും മലയൊക്കെ ഒന്നുകൂടി ഒന്ന് എടുത്തേക്കാം. കൊള്ളാമല്ലോ. ആ തെങ്ങ കഴിക്കുന്നുണ്ടോ? കാറ്റത്താടി ഒലഞ്ഞ് കൊള്ളാം, നന്നായി. നമ്മളങ്ങനെ ഭഗവതിപുരത്തുനിന്ന് നമ്മൾ വണ്ടി മലമുകളിലോട്ട് കയറുകയാണ്. ഇനി മലമുകളിലോട്ടുള്ള യാത്രയാണ്. ഇവിടുന്ന് ഈ വണ്ടിക്ക് പുനലൂർ വരെ 30 കിലോമീറ്റർ സ്പീഡ് മാത്രമേ ഉണ്ടായിരിക്കൂ. അത്രയേ ഉള്ളൂ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വൈൽഡ് ആനിമൽ ക്രോസിങ് എന്നൊക്കെ. അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്ത് എന്തായാലും ഇതൊക്കെ കാണുമല്ലോ. ഈ ഇടത്ത സൈഡിൽ തന്നെ ഇരിക്കണമെന്ന് ഞാൻ പറയാൻ കാര്യമുണ്ടല്ലോ. അത് ഇതിൻ്റെ ആ ഭംഗിയാണ്. നോക്കെ പണ്ട് ചിത്രകാരന്മാരൊക്കെ
ഈ നമ്മൾ ഈ സ്കൂളിലൊക്കെ കൊച്ച് ബാലപാഠത്തിലൊക്കെ വെച്ച് ഈ കഥ എഴുതിയിട്ട് പടം വരയ്ക്കുമല്ലോ. അപ്പോൾ തെങ്ങുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നോക്കെ അതേ രീതിയിലാണ് ആ പ്രകൃതിയുടെ ഒരു വരദാനം. ഇവിടെ നിന്ന് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കും. ഇറങ്ങി നമ്മൾ എവിടെ പോകും? റോഡിലോട്ടൊക്കെ പോയി എങ്ങനെ കിലോമീറ്ററിൻ്റെ അപ്പുറമായിരിക്കും റോഡ്. പക്ഷേ വണ്ടിയിലൊക്കെ വരുവാണെങ്കിൽ ഭഗവതിപുര സ്റ്റേഷൻ്റെ അടുത്തൊക്കെ വരാൻ, അവിടെയൊക്കെ വന്നിട്ട് ഇങ്ങോട്ടൊക്കെ വരാൻ ചെറിയ വഴികളൊക്കെ കാണും. അതുകൊണ്ട് എഴുതി വെച്ചേക്കുന്നുണ്ടോ, വൈൽഡ് അനിമൽ ക്രോസിംഗ് എന്ന് അവിടെ ഒരു ബോർഡ് ഉണ്ടാവും, ഒരു മഞ്ഞയ്ക്കകത്ത്. രാത്രിയൊക്കെ വരുമ്പോൾ വണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ ഇതൊരു സൂചനയായിട്ട് കൊടുക്കുന്നതാണ് ഡ്രൈവർമാർക്ക്. ഇപ്പോഴും ഇവിടെ കാണുമല്ലോ. ഓക്കെ, നമ്മളെ നാട്ടിൽ ഇതിനൊക്കെ അടുത്ത ഈ പരിസരത്ത് അങ്ങനെ ഇതിനൊക്കെയുള്ള വയലുകളൊക്കെ കണ്ടിട്ടുണ്ടോ? കാണാൻ കുട്ടനാട്ടിലൊക്കെ കാണും, പാലക്കാടൊക്കെ ഉണ്ട്. ഈ ഒരു ഭംഗി വേറെ തന്നെ കേട്ടോ. അതുകൊണ്ടോ നമ്മൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുക. ആ തെങ്ങിൻ്റെ ഓലയൊക്കെ നിന്ന് അങ്ങോട്ടാണ് കാറ്റ്, ആ കാറ്റ് അങ്ങോട്ടടിക്കുക. ഇത് നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ ലൈക്കൊക്കെ അടിക്കണേ, ഷെയർ ചെയ്യണേ. ഒരു 100 പേര് കാണുമ്പോൾ 5 പേര് ഷെയർ ചെയ്തിട്ടൊന്നും കാര്യമില്ല, എല്ലാവരും ഷെയർ ചെയ്യണം. കാര്യം ഈ ഭംഗി എല്ലാവരും ഒന്ന് കാണട്ടെ. നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമ്മളെ സുഹൃത്തുക്കൾ, ഉദാഹരണത്തിന് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നുണ്ട്. നിങ്ങളെ കൂട്ടുകാരിൽ നിങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ നിങ്ങളെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഫ്രണ്ട്സിനോട് ഇത് കാണാൻ പറ്റും. അതുകൊണ്ട് ഷെയർ ചെയ്ത് കാണുക. മഴയുടെ ഒരു ഇതുണ്ട് കേട്ടോ, ചെറിയ ചാറ്റൽ മഴ ചെറുതായിട്ട്. അതാ മലയുടെ ഒരു ഇതാണ്. നല്ല കയറ്റമാണ് കണ്ടോ, വണ്ടി നല്ല കയറ്റിലൊത്തരോടെ കയറുന്നു. നല്ല കയറ്റമാണ്, വളഞ്ഞു പോകാൻ കാണാൻ നല്ല രസമാണ്. അതായത് ട്രെയിൻ യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഈ സൈഡിൽ ഇരുന്ന് ഇങ്ങനെ ജനലിൽ കൂടി നോക്കുമ്പോൾ താണ്ട് ഇങ്ങനെ പുളഞ്ഞ് പോകുന്ന കാണാനൊരു പ്രത്യേക രസമാണ്. എന്തൊക്കെ വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കങ്ങനെയാണ്, നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കാം. ഈ ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ഫീലിംഗ് ആട്ടോ. എത്ര യാത്ര ചെയ്താലും നമുക്ക് മുഴുക്കത്തില്ല, അത്രമാത്രം രസമാണ് ഈ ട്രെയിൻ യാത്ര. അങ്ങനെ നമ്മൾ മല കയറിക്കൊണ്ടേയിരിക്കുന്നു. അതായത് ഇങ്ങനെ വളഞ്ഞ്, നമ്മൾ ഊട്ടിയിലെ ട്രെയിൻ പോകുന്ന കണക്കാ, ഇങ്ങനെ വളഞ്ഞ് കയറാൻ പറ്റത്തുള്ളൂ. സ്ട്രെയിറ്റായിട്ട് എങ്ങനെയായാലും കയറാൻ പറ്റത്തില്ലല്ലോ. ഈ നമ്മൾ വളഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ ഇതിൻ്റെ മുകളിൽ എത്തത്തുള്ളൂ. അപ്പം അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ വരെ കാണാം. അതാ മല ഇങ്ങനെ നിൽക്കുക കണ്ടോ. കാണും എൻ്റെ മണ്ടയ്ക്ക് അങ്ങ് ചെല്ലണം. ആ സൗണ്ട് കേൾക്കാൻ നല്ല രസമല്ലയോ, ചക്ക എന്നുള്ള. അത് കേട്ടോണ്ടിരുന്നാൽ മതി. അതിനകത്തും കൊണ്ടൊരു സംഗീതം. ഇങ്ങനെ കേട്ടോണ്ടിരിക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ ഏകാന്തതയിലോട്ട് നോക്കും. അങ്ങനെ ഇരിക്കുക. എല്ലാ വിഷമങ്ങളും മാറും, മനസ്സിനുണ്ടാകുന്ന എല്ലാ സംഘർഷങ്ങളും മാറും. എല്ലാവർക്കും ജോലി സംബന്ധമായിട്ടും മറ്റു കാര്യങ്ങളുമായിട്ടും ഒരുപാട് മാനസിക സംഘർഷമൊക്കെ ഉണ്ടെങ്കിൽ ഈ റൂട്ടിലൊക്കെ വന്ന് ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് പോയാൽ മതി, എല്ലാം മാറും. അല്ല, വീണ്ടും വണ്ടി അങ്ങനെ കറങ്ങി കയറിക്കൊണ്ടിരിക്കുക. ഇപ്പോഴേ വേറൊരു കാര്യം ഞാൻ പറയാം. അതായത് ഇതാ കണ്ടോ, താഴെ കണ്ടോ, ആ കയറി വരുന്നതിൻ്റെ ഇത് മനസ്സിലാവും. പണ്ട് ഒരു യന്ത്ര സാമഗ്രികളും ഇല്ലാത്ത സമയത്ത് മനുഷ്യൻ സ്വയമേ
ചെയ്ത് വെച്ച് ആ കാണുന്നതാണ് തമിഴ്നാട്. കണ്ടോ കണ്ടോ, ഇതൊരു എസ് വളവാണ്. നമുക്ക് എസ് വളവിൻ്റെ കാര്യമൊക്കെ നേരത്തെ ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ ആ തമിഴ്നാട്ടിൻ്റെ ആ സ്ഥലത്തു നിന്നാണ് നമ്മൾ വന്നത്. കണ്ടോ കയറ്റം കയറി വരുന്നുണ്ടോ, എൻ്റെ ബാക്ക് അങ്ങ് കിടക്കുക. അവിടെ നിന്ന് ആ ഇഞ്ചൻ തള്ളിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടുന്ന് വലിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പുഷ് പുൾ. പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുമായിരുന്നു, മറന്നും പോയല്ലോ. അതാണ് ഇപ്പം അന്നത്തെ ഈ ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ച പാതയത്. അന്നൊക്കെ അവർ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഇത് ചെയ്തത്. സാധാരണ മനുഷ്യർ സാധാരണ പണിയെടുത്തായിരിക്കും ഇത്രയും, അന്ന് പണിയെടുത്താണ് ഇത്രയും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം നമുക്ക് കുറച്ചുകൂടി എല്ലാം എളുപ്പമാണല്ലോ. എല്ലാം നമുക്ക് യന്ത്രങ്ങളുടെ സഹായത്തോടെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ ഇപ്പം. പണ്ടൊന്നും ഈ ഒരു സംഭവമില്ല, മനുഷ്യർ തന്നെ കിടന്ന് കഷ്ടപ്പെടുന്നു. എത്ര ആൾക്കാരുടെ ജീവൻ ഈ പണിക്കിടയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ നമുക്കൊരു ചരിത്രമുണ്ട് ഈ പാതയിൽ. ഈ പാതയിൽ തന്നെ 6ഓളം തുരങ്കങ്ങളുണ്ട്. ഇത് ഇവിടുത്തെ ഫസ്റ്റ് തുരങ്കമാണ്. ഇത് കയറി കഴിഞ്ഞാൽ നമ്മളടുത്ത് കേരളത്തിലാണ് എത്തുന്നത്. ഒരു 1 കിലോമീറ്റർ പുറത്തുണ്ടെന്നാണ് പറയുന്നത്. തുരങ്കം ഒരുപാടൊന്നും എടുക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് എടുത്തങ്ങ് മാറ്റിയെന്നേ ഉള്ളൂ. കാര്യം അത് അത്രയും ഇരുട്ടാണ്, ഒന്നും കാണാനുമില്ല. വണ്ടി നല്ല കുറേ നേരം അതിൽ കൂടി ഓടുന്നുണ്ട്. ഇപ്പം നമ്മൾ കേരളത്തിലെത്തിയിട്ടുണ്ട്. ആ തുരങ്കത്തിൻ്റെ അപ്പുറം സൈഡ് തമിഴ്നാടും ഇപ്പുറം കേരളമാണ്. കേരളത്തിൻ്റെ ഹരിതാപത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ സ്റ്റേഷനായ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളൊക്കെ ഉണ്ട്. അപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് ആര്യങ്കാവ്. എല്ലാം നല്ല പണിഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട് സ്റ്റേഷനൊക്കെ. കൊല്ലം തിരുമംഗലം ദേശീയപാതയാണ് ആ താഴത്തൂടി കാണുന്നത്. നമ്മളിപ്പം എത്രമാത്രം മുകളിലൂടെയാണ് ഈ ട്രെയിൻ പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് ഉയരത്തിലൂടെയാണ്. ഇനി അങ്ങോട്ട് പോകും തോറും നമ്മളത് ഒരുപാട് താഴെയാവും, നമ്മൾ ഒരുപാട് മുകളിലും ആവും.
ഇത് അടുത്ത സ്റ്റേഷനാണ്. ന്യൂ ആര്യങ്കാവാണ് ഈ സ്റ്റേഷൻ്റെ പേര്. ഇത് മീറ്റർ ഗേജ് ഉള്ള സമയത്ത് ഈ ഒരു സ്റ്റേഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ ബ്രോഡ് ഗേജ് ആയപ്പോഴാണ് ഈ സ്റ്റേഷൻ, ഇവിടെ ഒരു പുതിയ സ്റ്റേഷൻ വന്നേക്കുന്നത്. ക്രോസിംഗ് സ്റ്റേഷനാണ്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ക്രോസിങ്ങിനായിട്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് സ്റ്റേഷനാണ്. ഇവിടെ ഇറങ്ങിയാലാണ് ഈ പാലരുവി വാട്ടർഫാൾസ്, പാലരുവി വെള്ളച്ചാട്ടത്തിലൊക്കെ പോകണമെങ്കിൽ ഈ ന്യൂ ആര്യങ്കാവിൽ ഇറങ്ങിയാൽ കുറച്ചുകൂടി എളുപ്പമാണ്. നേരത്തെയൊക്കെ വരുമ്പം എല്ലാവരും ആര്യങ്കാവിൽ ഇറങ്ങിയിട്ട് അങ്ങനെയൊക്കെയായിരുന്നു പോകുന്നത്. ഇപ്പോഴാകുമ്പം ഈ ഒരു സ്റ്റേഷൻ വന്നതോടുകൂടി നമുക്ക് ഇവിടെ ഇറങ്ങാം. നല്ലൊരു സ്റ്റേഷനാണ്, നല്ലൊരു വൈബുള്ള സ്റ്റേഷനാണ് ന്യൂ ആര്യങ്കാവ്. ഇപ്പോൾ നമ്മൾ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂ ആര്യങ്കാവ്. സൂപ്പർ യാത്രയാണ്, കൊള്ളാം, നല്ല രസമുണ്ട്. വീഡിയോ കാണിക്കും. റോഡ് കണ്ടോ? ഇപ്പോൾ ഒരുപാട് താഴെയാണ് റോഡ്. നമ്മളിപ്പോൾ ഒരുപാട് ഉയരത്തിലുമായി. ഇനി കുറച്ച് നേരമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്ഥലം അങ്ങോട്ടുകൂടി പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം റോഡൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ അങ്ങ് പുനലൂർ എത്തുമ്പോഴേ നമുക്ക് റോഡ് കാണാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം അങ്ങനെ, ഇതാണ് സ്റ്റേഷൻ, ചെറിയ സ്റ്റേഷൻ, ഇടപ്പാളയം. ഇതെല്ലാം കാടാണ്. കാട്ടിനകത്തുകൂടിയാണ് ഈ വണ്ടി പോകുന്നത്. കാടുകളിലും മലകളുടെ ഇടയിൽ കൂടിയാണ് ഈ വണ്ടി പോകുന്നത്. നമ്മളങ്ങനെ ഇടപ്പാളയത്തുനിന്ന് പുറപ്പെട്ടിരിക്കുന്നു. ഇത് എക്സ്പ്രസ് ആണെങ്കിലും നമ്മളെ കൊല്ലം വരെ എല്ലാ സ്റ്റേഷനിലും നിർത്തും. പാസഞ്ചറിൻ്റെ ആ റേറ്റ് പോകും. പിന്നെ കൊല്ലം കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് പോകും. കൊല്ലം വരെ, അതായത് തെങ്കാശിക്കും അങ്ങ് മധുരയിൽ നിന്നും ഈ കൊല്ലത്തിനിടയ്ക്ക് ഒട്ടുമിക്ക എല്ലാ സ്റ്റേഷനിലും ഈ വണ്ടിക്ക് സ്റ്റോപ്പുണ്ട്. അടുത്ത കഴുതുരുട്ടി എന്നും പറഞ്ഞ സ്റ്റേഷനുണ്ട് ഇവിടെ എത്തിയിട്ട്. ഇത് പഴയ സ്റ്റേഷൻ തന്നെയാണ്, അതിനെല്ലാം പുതുക്കി വെച്ചിരിക്കുകയാണ്. എല്ലാം നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. സ്റ്റേഷനെ കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് സമാന്തരമായി തന്നെ നമ്മൾ ദേശീയപാത കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഇതാണ് നമ്മളെ, ഇതറിയാത്തവരാരുമില്ല, 13 കണ്ണറ പാലം. ഈ പാലം അറിയാത്തവർ ഇന്ത്യയിൽ, കേരളത്തിൽ എവിടെയുമില്ല. അത്രയ്ക്ക് ഫേമസ് ആയ ഒരു പാലമാണിത്. ഇവിടെയും സിനിമ ഷൂട്ടുകളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. നല്ല വൈബാണ് കാണാൻ. അത് ബാക്കിലോട്ട് നോക്കിയാൽ തന്നെ നമ്മുടെ ട്രെയിനിൻ്റെ ഫുൾ കാണാം, ഉണ്ടാകും. താഴത്തൂടെ റോഡും 13 ആർച്ചുകളും ഒക്കെ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ളത്. ഇത് കഴിഞ്ഞാൽ ഉടനെ തുരങ്കമാണ്. നമ്മൾ തുരങ്കത്തിലോട്ട് കയറിയിട്ടുണ്ട്. ഒരുപാടൊന്നും എടുക്കത്തില്ല, തുരങ്കത്തിൽ നിന്ന് വെളിയിറങ്ങി. അടുത്തതാണ്, ഇതൊരു പുതിയ പാതയാണ്. ഈ ഹൈവേയോട് ചേർന്ന് തന്നെ ഇവിടുന്ന് ഒരു പാലം കെട്ടിയിട്ടാണ് ഈ പാത പോകുന്നത്. ഈ പാത ചെന്ന് ഇതുകൊണ്ട് അകത്ത് ഫ്രണ്ടിലോട്ട് കയറുന്ന ഒരു തുരങ്കത്തില്ല. അത് പുതിയ തുരങ്കമാണ്. പുതിയ തുരങ്കം എന്ന് വെച്ചാൽ ഇത് ബ്രോഡ് ഗേജിൻ്റെ പുതിയ തുരങ്കമാണ്. പക്ഷേ മീറ്റർ ഗേജ് ഉള്ള സമയത്ത്, ഈ ഒരു തുരങ്കം ഉണ്ടാക്കിയ സമയത്ത് ഈ തുരങ്കം ഇടിഞ്ഞ് കുറേ ആൾക്കാർ ഇതിനകത്ത് മരിച്ചു. അങ്ങനെ ഈ തുരങ്കം അവർ ഉപേക്ഷിച്ചിട്ട് ഇതിനപ്പുറത്തൂടെയായിരുന്നു മീറ്റർ ഗേജ് ട്രെയിൻ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ബ്രോഡ് ഗേജ് ആയപ്പം ഇത് കുറച്ചുകൂടി വളവ് നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ തുരങ്കം വീണ്ടും പുനർനിർമ്മിച്ച് വൃത്തിയാക്കി ആ പാലവും കെട്ടിയെടുത്താണ് ഇതുവഴി ലൈൻ ഉണ്ടാക്കിയത്.
ഇച്ചിരി ചെറിയൊരു വ്യത്യാസത്തിൻ്റെ ഇതേ ഉള്ളൂ പ്രോപ്പറായിട്ട്. അപ്പോൾ വളവ് നൂരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. നമ്മളങ്ങനെ പ്രശസ്തമായ തെമ്മല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. തെമ്മലയാണ് എത്തിയേക്കുന്നത്. ഇവിടെയാണ് തെമ്മല ഇക്കോ ടൂറിസമൊക്കെ. ഇവിടെ ഇറങ്ങിയാൽ മതി, നമുക്ക് തെമ്മല ഇക്കോ ടൂറിസത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആസ്വദിച്ച്, തെമ്മല ഡാമുണ്ട്, ഡാമൊക്കെ കാണാൻ വരുന്നവർ തെമ്മല ഇവിടെ ഇറങ്ങാം. ഇതിപ്പോൾ നമ്മൾ ഈ മലയുടെ ഉച്ചസ്ഥിതിയിലാണ്. അതുകൊണ്ട് അവിടെ നോക്കിയാൽ താഴെ കാണാം ഈ റെയിൽവേ ലൈന്. അത് കാണാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ ഈ പോസ്റ്റുണ്ടോ, ഇലക്ട്രിക് പോസ്റ്റുകൾ റെയിൽവേയുടെ, ആ പോസ്റ്റുകൾ അത് അവിടെ നിൽക്കുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കറക്റ്റ് കാണാം. നമ്മൾ അത്ര ഉയരത്തിലാണ് നിൽക്കുന്നത്. ഈ വണ്ടി അവിടെ ചെല്ലുമ്പോൾ ഞാൻ നിങ്ങളെ ഇവിടെ കാണിക്കാം, ഈ സൈഡ് കാണിക്കാം. അപ്പോൾ ഈ പാലമൊക്കെ കണ്ടോ, നമ്മൾ ഇറങ്ങി വരും. ഇനിയിപ്പോൾ നമുക്ക് മൊത്തം ഇറക്കമാണ്. ഈ മലയുടെ മണ്ടയിൽ നമ്മൾ ഇറങ്ങി താഴെ ചെല്ലുമ്പോഴാണ് ഈ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടല്ലോ, ആ ലൈൻ ഇവിടെ നിന്നാൽ നമുക്ക് ദൂണ്ട് അവിടെ കാണാം. അപ്പോൾ എന്തുമാത്രം ഇറക്കാമെന്ന് നോക്കേ. ഇത് സൂക്ഷിച്ച് വളരെ പെതുക്കെ 30 കിലോമീറ്റർ സ്പീഡിൽ വളരെ പെതുക്കെയാണ് ഇറങ്ങിപ്പോകുന്നത്. കണ്ടോ, ഇറക്കമാണ്, സ്പീഡിൽ പോകാനും പറ്റത്തില്ല. നമ്മൾ ഈ അവിടെ ചെന്നിട്ട് നമ്മൾ ഈ ട്രെയിൻ വന്ന പാലം ഉണ്ടല്ലോ, നമ്മൾ നിന്ന് കണ്ട വലിയ പാലങ്ങൾ, അത് ഞാൻ കാണിച്ചു തരാം. എങ്കിൽ ഇതുവഴി കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ കാണിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ദൂണ്ട കാണുന്നുണ്ട്, ദൂണ്ട വെള്ള കാണുന്നുണ്ട്, ഇടത്തെ സൈഡിലോട്ട് മാറി. അത് ആ കിണർ പാലമാണ്. കണ്ട അവിടെ നിന്നാണ് വണ്ടി ഇറങ്ങി ഇവിടെ വന്നത്. ആലോചിച്ച് നോക്കെ. അപ്പോൾ കണ്ടോ, ശ്രദ്ധിച്ച് പോയി, ദൂരെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിൽക്കുമ്പോഴാണ് ഇവിടെ ഈ പോസ്റ്റുകളൊക്കെ നിൽക്കുന്നത് ഞാൻ കണ്ടത്. അത് ട്രെയിനകത്ത് നമ്മൾ അവിടെ ഇത് നേരിട്ട് കണ്ടെങ്കിൽ കുറച്ചുകൂടി അടുത്ത് നമ്മൾ ട്രെയിനിൽ വരുമ്പം മനസ്സിലാവും. ഈ ഇറക്കം ഇറങ്ങി ചെല്ലണം, നല്ല ഇറക്കമാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ബസ്സിൽ തെങ്കാശിന്ന് ഈ പുനലൂർ വരെയൊക്കെ 1.5-2 മണിക്കൂറിനാകുമ്പോൾ എത്താൻ പറ്റും. പക്ഷേ പിന്നെ ബസ് പോകുന്ന കണക്ക് ഇപ്പോൾ ഈ ട്രെയിന് പോകാൻ പറ്റത്തില്ലല്ലോ. ട്രെയിൻ ഒരു സ്പീഡ് നിശ്ചയിച്ചിട്ടുണ്ട്, ആ സ്പീഡിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ഈ ഏരിയയിൽ 30 km/h സ്പീഡ്. ബ്രേക്ക് പിടിച്ച് വളരെ പെതുക്കെയാണ് ഇറങ്ങി വരുന്നത് കേട്ടോ, വളരെ പെതുക്കെ. ഈ ഒരു റെയിൽവേ ലൈൻ കാണുന്നുണ്ടോ, അവിടുന്ന് വരുന്ന ആ ലൈൻ നേരെ അങ്ങോട്ടാണ് കിടക്കുന്നത്. ഇത് എനിക്ക് പണ്ടത്തെ ഒരു സിസ്റ്റം ഞാൻ വായിച്ചറിവേ ഉള്ളൂ. നമുക്കിപ്പോൾ ഒരു സ്പീഡിൽ വണ്ടി ബ്രേക്ക് കിട്ടാതൊക്കെ വരികയാണെങ്കിൽ ആ ലൈനിൽ കൂടി നേരെ കടത്തി വിടുമായിരുന്നു. പണ്ട് ഒരിതുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആണ്, എൻ്റെ ഒരു അറിവ് വെച്ചാണ് ഞാൻ പറയുന്നത്. ഇവിടെ നല്ല വളവാണ്. അതാണ്ട് ഇപ്പം നാളെ ഇതിൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലോട്ടാണ് നമ്മൾ ഈ ഇടമൺ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി കയറുന്നത്. അത് തന്നെ ദാണ്ട് ഒരു വളവ്, വളരെ ഇതായിട്ടൊരു വളവാണ്. ഇതിൽ കൂടിയാണ് കയറുന്നത്. കണ്ടോ, ഇത്രയും ദുർഘടം പിടിച്ച് ഒരു സ്ഥലത്തുകൂടി ഇത്രയും വലിയൊരു റെയിൽവേ ലൈനെ കൊണ്ടുവന്ന് പണിഞ്ഞെടുക്കുമെന്ന് വെച്ചാൽ ഭയങ്കര അതിശയം തന്നെ കേട്ടോ. അല്ല, ലോകത്തെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എന്നാലും നമ്മളെ നാട്ടിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പുറത്തെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ പണിയൊക്കെ നടക്കുന്നു, ഉയരം കൂട്ടാനുള്ള പണികളാണ്.
അടുത്ത സ്റ്റേഷൻ പുനലൂരാണ്. പുനലൂർ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പുനലൂർ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഇതാണ് ഈ കല്ലടയാറ്, കല്ലട റിവർ. സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിന് മുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ ഇച്ചിരി സ്പീഡിലാണ് പോകുന്നത്. ഇപ്പം നമ്മളെ സ്പീഡ് ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പുനലൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് വണ്ടി കയറുകയാണ്. പുനലൂർ മിക്കവാറും 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലായിരിക്കും കയറുന്നത്. നേരെ ഈ ലൈൻ കിടക്കുന്ന 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലോട്ടാണ്. ഈ സ്പീഡ് കണ്ടിട്ട് നേരെ അങ്ങോട്ടാവും കയറുന്നത്. അങ്ങനെ നമ്മൾ പുനലൂർ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നൊക്കെ ഇനി നല്ല ആളാണ്. ഇനി ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ വരുന്ന ടൈമുണ്ട്. ഇവിടെ ഏകദേശം ഇപ്പം നമ്മൾ 5:30 മണിയായി, വൈകിട്ട് ഒരു 5:30 മണി. അപ്പം 5:30 മണിക്കാണ് നമ്മൾ ഇവിടെ നിന്ന് എത്തിയത് വണ്ടി. ഇനി ഇവിടുന്ന് ഈ വണ്ടി 6 മണിക്ക് വിടത്തുള്ളൂ. കാര്യം ഇവിടുന്ന് ഇതിൻ്റെ ബാങ്കർ ലോക്കൊക്കെ അഴിച്ച് മാറ്റണ്ടേ. അപ്പോൾ അതാണ്ട് ഇത് വേറൊരു ബാങ്കർ ലോക്കോയാണ്. ഇതിവിടെ കിടക്കുന്നത് എന്തിനാണെന്നറിയോ? ഇപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട്. അതായത് നമ്മൾ ആഴ്ചയിൽ 2 ദിവസം ഓടുന്ന എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് ഉണ്ട്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയാണ് ഈ വണ്ടി ഉള്ളത്. ഇപ്പോൾ ഈ വണ്ടി ഇപ്പം വരുന്നുണ്ടല്ലോ, ഇതിനുള്ള ബാങ്കറാണ് കിടക്കുന്നത്. നമ്മൾ വന്നതിൻ്റെ ബാങ്കർ ഇപ്പോൾ അഴിച്ച് മാറ്റും. ഇത് ഇലക്ട്രിക് ഡീസലായിട്ട് അല്ല, ഇത് ഇലക്ട്രിക് അല്ല, ഡീസൽ ലോക്കോയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇത് തമിഴ്നാട്ടിലെ കുറേ സ്ഥലങ്ങളിൽ ഇലക്ട്രിക് ഇല്ലാത്ത സ്ഥലമുണ്ട്. അതുകൊണ്ട് നേരിട്ട് ഇവർ ഈ ഡീസൽ ലോക്കോയാണ് ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പം ഈ അടുത്ത സമയത്താണ് ഈ ICF കോച്ചായിരുന്നു, ഇതേപോലുള്ള കോച്ചായിരുന്നു. ഇതിപ്പം LHV കോച്ചിലോട്ട് മാറിയിട്ടുണ്ട്. ഇത് ഏറ്റവും പുതിയ കോച്ചുകളാണ്. ഈ വണ്ടിയിൽ ടിക്കറ്റ് കിട്ടാൻ വലിയ പ്രയാസമാണ്. ഒരു 2 മാസം മുമ്പ് ബുക്ക് ചെയ്താലേ കിട്ടത്തുള്ളൂ. ഇത് ഡെയിലി ആകണമെന്നുള്ള അപേക്ഷയൊക്കെ റെയിൽവേക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് വേളാങ്കണ്ണി പോകാനും നാഗൂർ പള്ളി പോകാനും ഒക്കെ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ വണ്ടിയാണ്. നാഗൂർ കഴിഞ്ഞാണ് അടുത്തെയാണ് വേളാങ്കണ്ണി. അപ്പം രാവിലെ 6 മണിക്ക് ഇത് വേളാങ്കണ്ണി ചെല്ലും. അതുകൊണ്ട് ഈ വാങ്കർ നേരെ ഇത് ബാക്കിൽ കൊണ്ടുപോയി പിടിപ്പിക്കാൻ കൊണ്ടുപോവാണ്. കാര്യം ഇനി ആ തേരി തള്ളിക്കയറ്റി ഇറക്കിയൊക്കെ വേണ്ടേ. ഇതിൻ്റെ സഹായം കൂടി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. കാര്യം ഇത്രയും കമ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലേ, ഇത്രയും കമ്പാർട്ട്മെൻറ്റ് ഒരു ഇഞ്ചൻ കൊണ്ട് വലിച്ച് കയറ്റാൻ പാടാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. 2 ദിവസത്തെ ക്ഷീണമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.